BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന തോട്ടക്കരയിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ. തോട്ടക്കരയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. സംഭവത്തിൽ ഒളിയിൽ പോയ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി റാഫിയെ പോലീസ് പിടികൂടി. ചെർപ്പളശ്ശേരി റോഡിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 12-ന് ശേഷമാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. വെട്ടേറ്റ കുട്ടിയുമായി രക്ഷപ്പെട്ട സുൽഫിയത്ത് എന്ന യുവതിയെയാണ് നാട്ടുകാർ കാണുന്നത്. യുവതി നൽകിയ വിവരപ്രകാരം അന്വേഷിച്ച ഘട്ടത്തിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തുമ്പോൾ ഇയാൾ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഓടി സമീപത്തെ പള്ളി ഖബർസ്ഥാനിലേക്ക് കയറി. പിന്നാലെ എത്തിയ നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോഡിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി. നമ്മളെ വന്ന് നോക്കണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരുണ്ട്. അപ്പോൾ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതിന് സ്ത്രീ കൂടി പോയിട്ടുണ്ടാകും. ഒന്നും എനിക്കറിയില്ല. അപ്പത്തിനും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്നുണ്ട്. അപ്പോൾ ഇവനിവിടെ കണ്ടു. അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത്. പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെ, ആ കുഞ്ഞെ കുട്ടീനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് പൊന്തിച്ച് നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. കുട്ടിയുടെ കർഷത്ത് നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി. തിരിച്ച് പോലീസിൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസും ഞങ്ങളൊക്കെ പാടെ വന്ന് നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ 2 ഉമ്മയെയും ഉപ്പയെയും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. വെട്ടേറ്റ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. കുഞ്ഞിനെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചെന്നാണ് വിവരം. M5 ന്യൂസ്, പാലക്കാട്.